ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുനാഫ റെസിപ്പിയുമായിട്ടാണ്. ഇത് അറബിക് സ്വീറ്റാണ്, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഡോ ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. ആദ്യം നമുക്ക് ഇതിന് വേണ്ടുന്ന ക്രീം തയ്യാറാക്കാം. അതിനായി ഒരു പാത്രത്തിലോട്ട് ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കട്ടയൊന്നും ഇല്ലാണ്ടൊന്ന് മിക്സാക്കി എടുക്കണം. നല്ലോണം മിക്സാക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അധികം മധുരം ഇതിൽ ചേർക്കേണ്ടതില്ല, കാരണം നമ്മൾ അതിൽ ലാസ്റ്റ് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യും. അത് നന്നായി മിക്സായതിന് ശേഷം നമുക്കൊന്ന് സ്റ്റൗവിൽ വെച്ച് ഇതൊന്ന് തിക്കായിട്ട് എടുക്കണം. നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ വേഗം അടിക്ക് പിടിച്ചു പോകും. വേഗം തിക്കായി കിട്ടും. നമുക്ക് മൈദയും കോൺഫ്ലവറും ഒക്കെ ഉള്ളതുകൊണ്ട് വേഗം തിക്കായി കിട്ടും. നമ്മൾ തിക്കായതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ചീസ് ആഡ് ചെയ്യുന്നുള്ളൂ. എൻ്റെ ഇത് തിക്കായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ ചീസ് ആഡ് ചെയ്യണം. ചീസ് ആഡ് ചെയ്തിട്ട് നമ്മളിത് ചൂടാക്കാൻ പാടില്ല. അതുകൊണ്ട് സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം മാത്രം ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി അടുത്തതായി നമുക്ക് ഷുഗർ സിറപ്പാണ് തയ്യാറാക്കേണ്ടത്. അതിനായി ഞാൻ 1/2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാകുന്ന സമയത്ത് നമുക്ക് 1/2 ടീസ്പൂണോളം ചെറുനാരങ്ങ നീര് ചേർക്കാം. അതുകൂടി പതച്ച് നന്നായി ഒന്ന് തിളക്കുന്ന സമയത്ത് ഏലക്കയും 1/2 ടീസ്പൂണോളം റോസ് വാട്ടറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നന്നായി തിളപ്പിക്കണം. ഷുഗർ സിറപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് കുനാഫ തയ്യാറാക്കാം. അതിനായി കുനാഫയുടെ ഡോ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഈ കുനാഫയുടെ ഡോ ഞാൻ വീട്ടിൽ നിന്ന് തയ്യാറാക്കിയതാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യും. ഇത് നന്നായി ഇതുപോലെ ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ 50 ഗ്രാം ബട്ടർ ഞാൻ മെൽട്ടാക്കി എടുത്തിട്ടുണ്ട്. ഉപ്പില്ലാത്ത ബട്ടറാണ് എടുക്കേണ്ടത്. അത് കുറച്ച് കുറച്ചായി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി നമുക്ക് ഇതുപോലൊരു പാത്രത്തിൽ അത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. നിങ്ങളുടെ അടുത്ത് കേക്കിംഗ് ട്രേ ഉണ്ടെങ്കിൽ, കേക്കൊക്കെ സെറ്റ് ചെയ്യുന്ന ട്രേ ഉണ്ടെങ്കിൽ അതിൽ സെറ്റ് ചെയ്യാം. ആദ്യം ഞാൻ ആ പാത്രത്തിലേക്ക് കുറച്ച് ബട്ടർ നല്ലോണം തടയി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ഡോൻ്റെ നേരെ പകുതി നമുക്ക് അടിയിൽ ആദ്യത്തെ ലെയറായിട്ട് സെറ്റ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് മൊസറല്ല ചീസാണ് വേണ്ടത്. അത് നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ചീസിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ കുറച്ചൊന്ന് ആഡ് ചെയ്താൽ മതി. ഇത് 2 തരത്തിലാക്കാം. നമുക്ക് കേക്കിൻ്റെ ക്രീം ഇല്ലേ, അതിൽ സെറ്റ് ചെയ്യാം. ഇത് ഇങ്ങനെ ചെയ്യണമെന്നില്ല എന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ ക്രീം ആഡ് ചെയ്തിട്ട് അതിൽ സെറ്റ് ചെയ്യാം. ഈ ക്രീം നമ്മൾ സൈഡിലോട്ടൊന്നും സ്പ്രെഡ് ചെയ്യണ്ട, നടുക്ക് സെൻറ്ററിൽ ആ പോർഷനിൽ മാത്രമേ സ്പ്രെഡ് ചെയ്യണ്ടൂ. അതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലോട്ടായി ആ ബാക്കി വന്ന ഡോ കൂടി ചേർത്ത് ഒന്ന് സെറ്റ് ചെയ്യാം. ഇതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ നമ്മൾ കേക്കൊക്കെ ആക്കുന്നത് പോലെ ബേക്ക് ചെയ്തെടുക്കാം. എൻ്റെ കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെഡിക്ക് 1/2 മണിക്കൂർ എടുത്തിന്. അതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലിട്ട് ആ ചൂടോടുകൂടി തന്നെ ഷുഗർ സിറപ്പ് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം.
ഇനി നിങ്ങളുടെ കയ്യിൽ ബദാമും പിസ്തയും ഒക്കെ ഉണ്ടെങ്കിൽ അത് രണ്ടും ഒന്ന് എടുത്ത് ഒന്ന് മിക്സിയിലൊന്ന് പൊടിച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.